ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവർ എന്നേക്കും രക്ഷിക്കപ്പെട്ടവരാണ്. വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ്. ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും, നിങ്ങൾ എത്ര തന്നെ പാപം ചെയ്താലും നിങ്ങൾക്ക് കൈവന്ന രക്ഷ നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ഇതാണ് നമ്മെ തിരുവചനം പഠിപ്പിക്കുന്നത്. പക്ഷെ ബ്രദറെ, ബൈബിൾ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണല്ലോ. പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. ഫിലിപ്പിയർ 2:12. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു, കൃപാവരത്തിൽ നിന്നും നിങ്ങൾ വീണുപോകുകയും ചെയ്തിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായാണ് പഠിപ്പിക്കുന്നത്. ഒരാൾക്ക് ലഭിച്ച രക്ഷ ഒരിക്കലും നഷ്ടപ്പെടില്ല. സഭയിൽ അംഗമായാൽ മാത്രം മതി, പെന്തക്കോസ്ത് സഭയിൽ അംഗമായാൽ മാത്രം മതി. പിന്നീട് വ്യഭിചാരമോ കൊലപാതകമോ മോഷണമോ എന്തു തന്നെ ചെയ്താലും നിങ്ങൾക്ക് ലഭിച്ച രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നാണെങ്കിൽ, നിങ്ങളെ രക്ഷിക്കേണ്ട ആ കൃപയിൽ നിന്ന് തന്നെ നിങ്ങൾ വീണു പോകുമെന്ന് ബൈബിൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരിക്കൽ കിട്ടിയ രക്ഷ പോകില്ല എന്ന് പറയുന്നത് വചനവിരുദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് ബ്രദറെ, ബൈബിൾ ഒന്നുകൂടി വായിച്ചു പഠിക്കാൻ ശ്രമിക്കുക. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് നിങ്ങൾ പെന്തക്കോസ്താക്കാർക്ക് ബൈബിളിനെ കുറിച്ച് കാര്യമായ ധാരണയില്ല, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു.